ഹലോ, നമ്മളിന്ന് എവിടെ നിൽക്കുന്ന അറിയോ? വണ്ടൂർ VMC ഗ്രൗണ്ടിലാട്ടോ. അപ്പോൾ അവിടെ നമ്മളെന്തിനു പോയത് വെച്ചാൽ ഇവിടെ ഒരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടിയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കുടുംബശ്രീൻ്റെ കഫേ ഫുഡ് ഫെസ്റ്റിവൽ ആട്ടോ. അപ്പോൾ നമ്മളിവിടെ വന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം എന്താ ഇവിടെ പരിപാടിയെന്ന്. കണ്ടാൽ തന്നെ ഇവിടെ കുറേ ഫുഡ് ഉണ്ടാക്കണ ഒക്കെ പല കച്ചവടങ്ങളൊക്കെ കാണാം. നമ്മളെ കുടുംബശ്രീൻ്റെ സാധനങ്ങൾ വിൽക്കണമെന്നൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ വാങ്ങാമെന്ന് ചോദിച്ചാൽ ഇത് കണ്ടില്ലേ, നമ്മളെ വേദുട്ടന് എൻ്റെ നാത്തൂനാട്ടോ, എൻ്റെ വലിയ ബ്രദറിൻ്റെ വൈഫാണ്. എൻ്റെ കുഞ്ഞാവ ഉണ്ടോ, വേദുട്ടനാണ്. അപ്പോൾ അവനെയൊക്കെ കൊണ്ടിട്ട് വന്നതാണ്. ഞാൻ തിരുവാതിരയൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ അവർ. പിന്നെ കുറേ എന്തായാലും നമ്മളെ കുടുംബശ്രീൻ്റെ അംഗങ്ങളാവുകൊണ്ട് നമ്മളെല്ലാവരും ഒന്ന് വന്ന് നോക്കും. ഞങ്ങളിപ്പോൾ ഫുഡ് ഫെസ്റ്റിൻ്റെ അവിടേക്ക് പോവുകയാണ്. ഇപ്പോൾ ബ്ലോക്കിൽ ഞങ്ങൾ തിരുവാതിരയൊക്കെ കളിച്ച് ഒന്ന് റിഹേഴ്സലൊക്കെ നടത്തി വരിക കേട്ടോ. അപ്പോൾ എല്ലാവരും ഉഷാറല്ലേ? അല്ലേ? ഓക്കെ. അപ്പം നമ്മൾ ബ്ലോക്കിൽ പോയിട്ട് വരുന്ന വഴിയാണ്. ബ്ലോക്കിൽ പോയി തിരുവാതിരയൊക്കെ അവതരിപ്പിച്ച് പോന്നു കേട്ടോ. ഇനി നമ്മളിവിടെ അവതരിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ വേഗം പോയി നോക്കട്ടെ. കുറച്ച് പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരുവാതിരയൊക്കെ കളിച്ച് ഇറങ്ങി നമ്മൾ ഉഷാറായി കുഴപ്പമില്ലാതെ കളിച്ചു എന്നാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. എന്തായാലും അപ്പോൾ നമ്മൾ ഫുഡൊക്കെ വാങ്ങി കഴിക്കുകയാണ്. അത് കഴിച്ച് നമ്മൾ പിന്നൊരു ഇപ്പോഴത്തെ കാലത്തെ ഒരു ലിപ്സ്റ്റിക്ക് ഇടാത്തവരാരുമില്ലല്ലേ. അപ്പോൾ ആ ലിപ്സ്റ്റിക്കിന് ഒരു മറുമരുന്നായിട്ട് ഒരു ക്രീം നമ്മളിവിടെ പരിചയപ്പെട്ടിട്ടോ. ഞാനിപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും ലിപ്സ്റ്റിക്ക് ഇടാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷനായിട്ടുള്ള മെഡിസിൻ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടു കേട്ടോ. അപ്പോൾ നമ്മൾ അവരെന്താ പറയണമെന്ന് നമുക്ക് ഒന്ന് കേൾക്കാം കേട്ടോ. അപ്പോൾ ഇതിന് കോണ്ടാക്ട് നമ്പറും എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുക വെച്ചപ്പോൾ ഞാനൊന്ന് വാങ്ങിയിട്ടുണ്ട്. എന്തായാലും മോൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അത് വാങ്ങി. അപ്പോൾ നമ്മൾ ഇവരെന്താ പറയണത് നമുക്ക് ഒന്ന് കേട്ടു നോക്കാം കേട്ടോ. മാറാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സാധനമാണ് ഇത്. തമാശ ചെയ്യേണ്ടല്ല, അതല്ല. ഈ ലിപ് ക്യാൻസർ എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് നമ്മൾ ആലോചിച്ചു. ഇത് അകത്തേക്ക് പോകുന്ന മെർക്കുറിയാണ്. ഈ മെർക്കുറി കാരണം നമ്മൾ രക്ഷിതാക്കൾ അധ്വാനിച്ച സമ്പാദ്യം മുഴുവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കുക. എങ്ങനെയാണ് ഇതുപോലെ നമ്മൾ ഓരോ പൊട്ടത്തരങ്ങൾ കാണിക്കും. എൻ്റെ കുട്ടി 500 രൂപയുടെ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ 1000 രൂപയുടെ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇത് കോട്ടക്കൽ മെഡിക്കൽ കോളേജ് ഡോക്ടർ നമ്മൾ ആ ഒരു ആശയം പങ്കുവെച്ചപ്പോൾ ഡോക്ടർ കുട്ടികൾ കരയുമ്പോൾ അവർക്ക് ലിപ്സ്റ്റിക്കായിട്ട് ഉപയോഗിക്കാനും മെഡിസിനാണിത്. നമ്മുടെ ചുണ്ടിൻ്റെ അടിഭാഗത്തുള്ള കറുപ്പ്, അതേപോലെ ഈ ഗ്ലൈസിങ് ഇതില്ലേ ഉണങ്ങിക്കൊണ്ടിരിക്കുന്ന അതിനൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു മെഡിസിനാണ് ഇത്. മഞ്ചിസ്റ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഡിസിനാണ്. തണുപ്പ് കാലത്തും അല്ലാത്ത സമയത്തും ഒരുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കൊണ്ട് പൊട്ടാനുള്ളത്. അപ്പോൾ കുടുംബശ്രീ കഫേക്ക് വന്നവരൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ കുറേ അധികം ആൾക്കാർ വാങ്ങിയിട്ടുണ്ടാകും. കാരണം ഇപ്പോൾ ഇത് സുലഭമാണല്ലോ, ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കാത്തവരാരും ഇല്ലല്ലോ. അപ്പോൾ അത് കാരണം അപ്പോൾ ഞാനും വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഒന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇനി വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ഇത്രയൊക്കെയാണ് നമ്മളെ കൊണ്ട് നിൽക്കാൻ പറ്റുള്ളൂ. കുഞ്ചുനെ വീട്ടിലാക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് കാരണം നമ്മൾ വേഗം പോവുകയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് അടിക്കണം. താങ്ക് യു.